കല്ലുമ്മക്കായ അരി നിറച്ച് പൊരിച്ചത് നമുക്ക് അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ. അല്ലെങ്കിൽ അരിയൊക്കെ കുതിർത്ത് കുറേ സമയം അതിന് വേണ്ടി ചിലവഴിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട. അരിപ്പൊടി കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനാദ്യം തന്നെ കല്ലുമ്മക്കായ 2-3 വെള്ളത്തിൽ കഴുകി തോട്ടിലെ കച്ചറയൊക്കെ കളഞ്ഞ് കല്ലുമ്മക്കായുടെ നടുഭാഗം കത്തി കൊണ്ടൊന്ന് പിളർന്നെടുത്തിട്ട് ആ നടുക്കുള്ള നൂല് പോലത്തെ സാധനം എടുത്ത് കളയണം. കളഞ്ഞ ശേഷം വീണ്ടും 2-3 വെള്ളത്തിൽ കഴുകുക. ചെറിയ ഞണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം. പിന്നെ ചെറിയ കുച്ചു വെള്ള സാധനം ഉണ്ടാവും, അതും എടുത്ത് മാറ്റണം. 2-3 വെള്ളത്തിൽ കഴുകി വെള്ളം വാലാൻ വെക്കുക അരിപ്പയിൽ. എന്നിട്ട് നമ്മൾ എന്താക്കണം, പിന്നെ അരിക്കൂട്ട് തയ്യാറാക്കണം. അതിനാദ്യം തന്നെ ആമീസിൻ്റെ പത്തിരിപ്പൊടി 3/4 ഭാഗമുള്ള എടുക്കുക, 1/4 ഭാഗം അജ്മി പുട്ടുപൊടി എടുക്കുക. അതെന്താ വെച്ചാൽ തീരെ സോഫ്റ്റായി പോകും പത്തിരിപ്പൊടി ആണെങ്കിൽ തിന്നുമ്പോൾ. അപ്പോൾ പുട്ടുപൊടിയും ചേർത്താൽ കുറച്ചൊരു ഹാർഡിൽ കിട്ടും. നമ്മൾ നന്ന മിനുസാവാണ്ടിരിക്കാൻ വേണ്ടി കൂട്ട്. എന്നിട്ട് കുഞ്ഞുള്ളി എടുക്കുക, തേങ്ങ ചെറുപെടുക്കുക. എന്നിട്ട് വലിയ ജീരകം, ചെറിയ ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പ് ഇതിൽ ആവശ്യത്തിന് കുറച്ച് മതി. എന്നിട്ട് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കുക. ഈ ഒതുക്കിയെടുത്ത തേങ്ങക്കൂട്ട് അരിപ്പൊടിയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. അത് ടൈറ്റിലൊന്നും കുഴക്കണ്ട, ഒരു സോഫ്റ്റായ രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് വാലാൻ വെച്ച കല്ലുമ്മക്കായ തോട്ടിലേക്ക് ഈ അരി അങ്ങ് നിറച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റോളം വേവിക്കണേ. വേവിച്ചാൽ തോടിൻ്റെ കളറ് മാറും. പിന്നെ തോടിൽ നിന്ന് അരിക്കൂട്ട് വിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് വേവായി എന്ന് മനസ്സിലാവും കല്ലുമ്മക്കായ. ഇങ്ങനെ എടുത്ത് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കല്ലുമ്മക്കായുടെ നടുഭാഗത്തിലൊരു കറുത്ത കച്ചറ പോലുള്ള ഭാഗം വേണമെങ്കിൽ എടുത്ത് കളയാം. എന്നിട്ട് നമുക്കിനി കല്ലുമ്മക്കായ പൊരിക്കാനുള്ള മുളക് കൂട്ട് തയ്യാറാക്കാം. ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാ കണ്ടില്ലേ, തോടിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുളക് കൂട്ടിലേക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് കാശ്മീരി പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, കറിവേപ്പില, മൈദപ്പൊടി, പിന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. വേണമെങ്കിൽ ഓപ്ഷനാണ്. എന്നിട്ട് ഈ മൈദപ്പൊടി ഈ കൂട്ട് ചേർക്കാമെന്ന് വെച്ചാൽ നമ്മൾ പൊരിക്കുമ്പോൾ കല്ലുമ്മക്കായ്ക്ക് ആ മുളക് കൂട്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി നല്ല ചുവപ്പ് കളറുണ്ടാവും. എന്നിട്ട് ഒരുപാട് എണ്ണയൊന്നും എടുക്കാണ്ട് ഓയിലെടുക്കാണ്ട് ശാലോ ഫ്രൈ പോലെയും പൊരിച്ചെടുക്കാം. ഇറച്ചി ഇളകി പോകാതെ എടുക്കണേ. ചൂടോടെ വേവിച്ചെടുത്താൽ അരിക്കൂട്ട് ആറുന്നവരെ ഒന്ന് കാക്കണേ പൊരിക്കാൻ വേണ്ടി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇറച്ചി ഇളകാതെയും കിട്ടും തോടിൽ നിന്ന്. അരിക്കൂട്ടിൽ നിന്ന് പറയുമ്പോൾ തെറ്റിപ്പോകും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.